പ്രൈസ് ദി ലോർഡ്. നാഷണൽ അപ്പോസ്തലിക് മീഡിയയുടെ അപ്പോസ്തലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കാം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 43-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മുൻകാല പരാജയങ്ങളിലോ വിജയങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തി ദൈവത്തിന്റെ പുതിയ പ്രവൃത്തിക്ക് വഴിയൊരുക്കുവാനുള്ള ആഹ്വാനമാണിത്. മുൻപുണ്ടായ പരാജയമായാലും വിജയമായാലും അതിനെക്കുറിച്ച് ആകുലപ്പെടരുത്. കാരണം അത് വർത്തമാനകാലത്തുണ്ടാകേണ്ട ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ വരും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു സംഭവം കാണാൻ കഴിയും. 5-ാം വാക്യം മുതൽ ബെഥസ്ദ കുളക്കരയിൽ 38 വർഷമായി രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യനെ ഒരിക്കൽ യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായി എന്ന് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു തന്നോട് ചോദിക്കുന്നു. ആ മനുഷ്യൻ യേശുവിനോട് പറഞ്ഞ ഉത്തരം ഇതാണ്: ഞാൻ വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടക്കുകയാണ്. ഇളക്കം കാത്തു കിടക്കുന്ന എന്നെ വെള്ളം കലങ്ങുമ്പോൾ അതിനകത്ത് ഇറക്കുവാൻ ആരുമില്ല. ഇത് മുമ്പുള്ള അവന്റെ അനുഭവമാണ്. സൗഖ്യമാകുവാൻ മനസ്സുണ്ടെന്നല്ല അവൻ ആ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത്. അവന്റെ മുൻകാല അനുഭവം പറയുകയാണ്. കാലപ്പഴക്കവും സാഹചര്യവും ദൈവപ്രവൃത്തിക്ക് ഒരിക്കലും തടസ്സമല്ല. നിന്റെ ചിന്താഗതി, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയാണ് മാറേണ്ടത്. യേശു കർത്താവ് നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് യേശു ആ മനുഷ്യനോട് പറഞ്ഞു. ആ മനുഷ്യൻ സൗഖ്യമായി എന്ന ദൈവത്തിന്റെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണ്ടി ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായാൽ, യേശു കർത്താവിന്റെ വാക്ക് അനുസരിക്കുവാനിടയായാൽ, മുമ്പുള്ളവയെ മറക്കുവാൻ തയ്യാറായാൽ, പുതിയതൊന്ന് ചെയ്യുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുവാൻ തയ്യാറാണ്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ഇതാണ് യോർദാന്റെ മുമ്പുള്ള അവസ്ഥ. പക്ഷേ മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. കൊയ്തെടുക്കേണ്ട നന്മകളെ നഷ്ടപ്പെടുത്തി കളയുന്ന യോർദാന്റെ ആ കവിഞ്ഞൊഴുക്കിനെ നമ്മുടെ ദൈവം മാറ്റുകയാണ്. പുതിയതൊന്ന് ചെയ്യുന്നു. പെട്ടകം ചുമന്ന ആ പുരോഹിതന്മാർ കാല് വെള്ളത്തിന്റെ വക്കത്ത് ചവിട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തിക്കൊണ്ട് ആ കൊയ്ത്തുകാലത്തുണ്ടാകുന്ന കൊയ്ത്തിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ടിരുന്ന ആ ഒരവസ്ഥയെ ദൈവം മാറ്റി പുതിയൊരു നന്മയുടെ അവസ്ഥയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് ഈ ദൈവവചന ഭാഗത്തിലൂടെ കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം ഒരു കുശവനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന കുശവൻ. തന്റെ കയ്യിൽ താൻ നിർമ്മിച്ചുകൊണ്ടിരുന്ന പാത്രം ചീത്തയായിപ്പോയി. എന്നാൽ ആ ചീത്തയായ പാത്രത്തെ ദൂരോട്ട് വലിച്ചെറിയാതെ മറ്റൊരു മാനപാത്രം, മനോഹരമായൊരു പാത്രമാക്കി തീർക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ആ തകർന്നു പോയ പാത്രം ഒരു മുമ്പുള്ള അവസ്ഥയാണ്. എന്നാൽ അതിൽ അവസാനിക്കാതെ നമ്മുടെ കർത്താവ്, നല്ല കുശവനായ നമ്മുടെ കർത്താവ്, ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ, ആ പഴയതിനെ മറന്നുകൊണ്ട് പുതിയതൊന്ന് നിർമ്മിക്കുവാൻ തയ്യാറായാൽ, അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടാൽ ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം അനുഭവിച്ചറിയുവാൻ നാം ഇടയായിത്തീരും. യെശയ്യാ പ്രവചനം 41-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതുവെണ്ടിയാക്കി മാറ്റും. പുഴുവിന്റെ അവസ്ഥ നമുക്കറിയാം. പുഴുവിനെ ആരും ശ്രദ്ധിക്കാറില്ല. പുഴുവിനെ എല്ലാവർക്കും അറപ്പാണ്, വെറുപ്പാണ്. പല വാഹനങ്ങളുടെയും അടിയിൽ ചതഞ്ഞെറിഞ്ഞ് അവസാനിക്കുക എന്നുള്ളതാണ് പുഴുവിന്റെ ജീവിത
സംഭവിക്കുന്നത്. എന്നാൽ ആ പുഴുവിനെ മെതിവണ്ടിയാക്കി മാറ്റുക, സാധാരണ മെതിവണ്ടിയല്ല, പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ സർവശക്തനായ, നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് കഴിയുമെന്നുണ്ടെങ്കിൽ, ബലഹീന അവസ്ഥയിലായിരുന്നാലും കഴിവുകൾ ഇല്ല എന്ന് നാം പറയുമ്പോൾ സർവശക്തനായ ദൈവം കഴിവുള്ള, ശക്തിയുള്ള മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുവാൻ പഴയതിനെ മറന്നുകൊണ്ട് പുതിയൊരവസ്ഥയിലേക്ക് നമ്മെ മാറ്റിയെടുക്കുവാൻ, നമ്മുടെ അവസ്ഥകളെ മാറ്റിയെടുക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മറുപടികൾ തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ചില പുതിയ കാര്യങ്ങൾ ഉടനെ സംഭവിക്കാൻ പോവുകയാണ്. ഇന്നലകളിലെ നിരാശകള്, വേദനകള്, ഇതുവരെയുണ്ടായ തടസ്സങ്ങള്, പരാജയങ്ങള് ഇന്ന് പറയപ്പെട്ട ഈ വായിച്ച വചനത്താൽ ഇന്ന് പൊട്ടിമാറുകയാണ്. ഒരിക്കൽ കൂടി ആ വചന പ്രകാരം ഞാൻ വായിക്കുകയാണ്. മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അവിടെ താഴെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികൾ. ഇത് മാനുഷിക ദൃഷ്ടിയിൽ, മാനുഷിക ബുദ്ധിയിൽ അസാധ്യങ്ങളാണ്. എന്നാൽ സകലത്തെയും സാധ്യമാക്കുകയും മുൻപുള്ള അവസ്ഥകളെ മറന്നു പോകത്തക്ക രീതിയിൽ പുതിയതൊന്നിനെ സൃഷ്ടിച്ചു തരുവാൻ, ഉളവാക്കി തരുവാൻ കഴിയുന്നവനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. പുതിയതൊന്ന് നിങ്ങൾക്കായി സർവശക്തനായ ദൈവം നൽകി തരുവാനിടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് ഈ ദൈവവചനത്തിന് മുൻപാകെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അടിയങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണം. അനേക അനുഭവങ്ങളിലൂടെ, വേദനകളിലൂടെ, പരാജയങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ജനങ്ങൾ, അവരിലേക്ക് ഈ വചനം എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണപ്പ. കഷ്ടതകളിൽ നിന്നൊരു വിടുതൽ, ദുഃഖത്തിൽ നിന്നൊരു സന്തോഷം, രോഗത്തിൽ നിന്നൊരു രോഗസൗഖ്യം കർത്താവ് നൽകിക്കൊടുത്ത് പുതിയൊരു അനുഭവത്തിലേക്ക് സകല ജനങ്ങളെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനകൾ കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.